നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബാലറ്റ് പെട്ട് പൊട്ടിച്ച് തരികിട കാണിച്ച വീരകഥകളൊക്കെ തുറന്നടിച്ച് CPM-നെ അടിമുടി പ്രതിരോധത്തിലാക്കിയ ജി സുധാകരൻ ഇപ്പോൾ പണി പാളിയതോടെ മാളത്തിൽ ഒളിച്ച മട്ടാണ്. മുൻപ് പറഞ്ഞ വീരകഥകളെല്ലാം മൂപ്പരിപ്പോൾ പ്ലേറ്റ് മാറ്റിയിരിക്കുകയാണ്. തപാൽ വോട്ട് തിരുത്തിയെന്ന വെളിപ്പെടുത്തലിൽ മലക്കം മറിഞ്ഞ് മുൻമന്ത്രി ജി സുധാകരൻ വീണ്ടും രംഗത്തേക്ക് വന്നതോടുകൂടി വീണ്ടും പ്രതിരോധത്തിലാകുന്നത് CPM ആണ്. എന്താണ് CPM-ന്റെ നിലപാടെന്ന ചോദ്യം ഈ വിഷയത്തിൽ ഉയർന്നു വന്നതോടുകൂടി CPM നേതാക്കൾക്ക് ആർക്കും ഒരക്ഷരം മിണ്ടാൻ വയ്യാത്ത അവസ്ഥയാണ്. എന്തായാലും സുധാകരൻ ഇപ്പോൾ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ തിരുത്തി പറഞ്ഞ് തടി തപ്പാനുള്ള ശ്രമത്തിലാണ്. പോസ്റ്റൽ ബാലറ്റ് തിരുത്താറില്ല എന്നാണ് നിലവിൽ സുധാകരൻ പറയുന്നത്. മാത്രമല്ല, കുറച്ച് ഭാവന കൂട്ടി പറഞ്ഞതായിരുന്നുവെന്നും ചിലർക്ക് ജാഗ്രത വരുത്താൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. നമ്മൾ പറയുന്നത് പൂർണ്ണമായി മാധ്യമങ്ങൾ കൊടുക്കില്ല, അവർക്ക് ആവശ്യമുള്ളത് മാത്രം കൊടുക്കും എന്നും ഇപ്പോൾ മലക്കം മറിഞ്ഞുകൊണ്ട് പുതിയ ക്യാപ്സൂളുമായി സുധാകരൻ രംഗത്ത് വന്നിരിക്കുന്നത്. വിവാദ പരാമർശത്തെ തുടർന്ന് സുധാകരനെതിരെ കേസെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന് പിന്നാലെ അമ്പലപ്പുഴ തഹസിൽദാർ കെ അൻവറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം ജി സുധാകരന്റെ വീട്ടിലെത്തി വിശദമായി മൊഴിയെടുത്തിരുന്നു. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരടക്കമുള്ളവരാണ് മൊഴിയെടുക്കാനെത്തിയത്. മൊഴിയെടുപ്പ് പൂർത്തിയായെന്നും വിശദമായ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് നൽകുമെന്നും തഹസിൽദാർ വ്യക്തമാക്കിയിട്ടുണ്ട്. പറയാനുള്ള കാര്യങ്ങളെല്ലാം ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ടെന്നും മറ്റൊന്നും പറയാനില്ല എന്നുമായിരുന്നു മൊഴിയെടുപ്പിന് ശേഷം ജി സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഉച്ചയോടുകൂടിയായിരുന്നു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ജി സുധാകരന്റെ വീട്ടിലെത്തിയത്. അരമണിക്കൂറോളം നീണ്ടുനിന്ന മൊഴിയെടുപ്പിന് ശേഷമായിരുന്നു ഉദ്യോഗസ്ഥർ മടങ്ങിയത്. ഇതിനുശേഷം പണി പാളി എന്ന് ജി സുധാകരന് വ്യക്തമായി. അതോടുകൂടിയാണ് ഇപ്പോൾ മലക്കം മറിഞ്ഞിരിക്കുന്നത്. എന്നാൽ പറഞ്ഞത് അത്ര നിസ്സാര വിഷയമല്ല. അതുകൊണ്ട് തന്നെ ഇത് ഉദ്യോഗസ്ഥർ ഗൗരവത്തിലെടുത്തിരിക്കുകയാണ്. CPM-നാകട്ടെ ഇതിലും വലിയ പണി കിട്ടാനില്ല. അല്ലെങ്കിൽ തന്നെ കാലാകാലങ്ങളായി CPM-ന് മേലെയുള്ള ഒരു നാറിയ ആരോപണമാണ് തെരഞ്ഞെടുപ്പിൽ തൊട്ടിത്തരം കാണിക്കുന്നു എന്നുള്ളത്. മരിച്ചുപോയവർ വീണ്ടും വന്ന് വോട്ട് ചെയ്യുന്നു, ഒരാൾ തന്നെ പലതവണ വോട്ട് ചെയ്യുന്നു. ഇത്തരത്തിൽ വോട്ടിലെ കള്ളക്കളികളൊക്കെ CPM-ന് കൃത്യമായി വശമുള്ള കാര്യമാണ്. ആ വിഷയങ്ങളൊക്കെ ഇപ്പോൾ വീണ്ടും കുത്തിപ്പൊങ്ങുകയാണ്. ഗുരുതര നിയമ ലംഘനമാണ് നടന്നിരിക്കുന്നതെന്നും സുധാകരനെതിരെ കേസെടുക്കാനുള്ള അടിയന്തര നടപടിയെടുക്കാൻ ആലപ്പുഴ കളക്ടർക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് മൊഴിയെടുപ്പ് നടന്നത്. ആലപ്പുഴ NGO യൂണിയൻ സമ്മേളനത്തിൽ ജി സുധാകരൻ വെളിപ്പെടുത്തിയ കാര്യം FIR ഇട്ട് കേസെടുക്കേണ്ടതും വിശദമായ അന്വേഷണം നടത്തേണ്ടതുമായ ഗുരുതരമായ നിയമ ലംഘനമാണെന്നാണ്. അതിനാൽ കൂടുതൽ നിയമ നടപടികളിലേക്ക് ഉദ്യോഗസ്ഥർ കടന്നിട്ടുമുണ്ട്. തപാൽ വോട്ടിൽ കൃത്രിമം കാട്ടി എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ് കുറ്റകൃത്യം. അത് ജനാധിപത്യ വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ സുധാകരൻ പറഞ്ഞിരിക്കുന്നത് CPM-നെ ഇച്ചിരിയേറെ പൊള്ളിക്കുന്ന കാര്യം തന്നെയാണ്. ഇത് ജനാധിപത്യ നിയമത്തിലെ 136, 128 വകുപ്പുകൾ, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ, ഭാരതീയ ന്യായ സംഹിത എന്നിവ അനുസരിച്ച് ഗുരുതര നിയമ ലംഘനമാണ്. നിയമവശങ്ങൾ പരിശോധിച്ച് കമ്മീഷൻ നൽകിയ നിർദ്ദേശപ്രകാരം കേസെടുക്കാൻ കളക്ടർ പോലീസിനോട് ആവശ്യപ്പെടുന്നതാണ് അടുത്ത ഘട്ടം. കേസെടുത്താലും കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു 1989 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് താൻ ഉൾപ്പെടെയുള്ളവർ തപാൽ വോട്ടുകൾ തിരുത്തിയെന്ന് സുധാകരൻ വെളിപ്പെടുത്തിയത്. CPM സർവീസ് സംഘടനകളിൽ അംഗമായിരുന്നവരിൽ 15% വോട്ട് ആലപ്പുഴ പാർട്ടി സ്ഥാനാർത്ഥി KV ദേവദാസിന് ആയിരുന്നില്ലെന്നും സുധാകരൻ പറഞ്ഞത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി വക്കം പുരുഷോത്തമനാണ് വിജയിച്ചത്. കവലപ്രസംഗത്തിൽ വെച്ചലക്കിയത് കുറച്ചു കൂടിപ്പോയെന്ന് പണി പാളിയപ്പോഴാണ് സുധാകരന് മനസ്സിലായത്. അതുകൊണ്ട് തന്നെയാണ് നിന്ന നിൽപ്പിൽ ഞാനത് വെറുതെ പറഞ്ഞതാണെന്നും കുറച്ച് ആലങ്കാരികമായി പറഞ്ഞതാണ് എന്നൊക്കെ ഇപ്പോൾ പറയുന്നത്. എന്നാൽ സുധാകരന്റെ ഈ വെളിപ്പെടുത്തൽ അത് CPM-ന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ്. ദേശീയ തലത്തിൽ ഉൾപ്പെടെ ഈ വിഷയം BJP ആയുധമാക്കുമെന്നുള്ളത് ഉറപ്പാണ്. വോട്ടിംഗ് മെഷീനുകൾക്കെതിരെ CPM നിലപാടെടുക്കുന്നത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്ക് വേണ്ടിയാണെന്ന വാദം BJP ശക്തമാക്കും. കോൺഗ്രസും CPM-നെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. പ്രായമായവർക്കും മറ്റും പോസ്റ്റൽ വോട്ടുകൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇത്തരം വോട്ടുകളുടെ വിശ്വസനീയതയിലേക്ക് തന്നെ ഈ ചർച്ചകൾ എത്തിയിരിക്കുകയാണ്. പ്രായമായവരുടെ പോസ്റ്റൽ വോട്ടുകളിൽ കേരളത്തിൽ CPM അട്ടിമറികൾ നടത്തുന്നുവെന്ന ആരോപണം മുൻപും ഉയർന്നു വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സുധാകരന്റെ പ്രസ്താവനയ്ക്ക് കൂടുതൽ തെളിവ് കൂടി വന്നിരിക്കുകയാണ്.
പ്രതിപക്ഷമാകട്ടെ സുധാകരന്റെ വെളിപ്പെടുത്തൽ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ്. CPM എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് കാണിക്കാറുണ്ട് എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. സുധാകരൻ ഇപ്പോഴെങ്കിലും ഈ കാര്യം വെളിപ്പെടുത്തിയത് നല്ല കാര്യമാണെന്നും KPCC പ്രസിഡന്റ് വ്യക്തമാക്കി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPM വ്യാപകമായ രീതിയിൽ ക്രമക്കേട് കാണിച്ചിട്ടുണ്ടെന്ന് K മുരളീധരൻ പറഞ്ഞു. ചെറിയ ഭൂരിപക്ഷത്തിൽ LDF സ്ഥാനാർത്ഥികൾ വിജയിച്ചത് ഇത്തരം ക്രമക്കേടിലാണ് എന്നും അദ്ദേഹം ആരോപിച്ചു. സുധാകരന്റെ വെളിപ്പെടുത്തലിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും K മുരളീധരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന G സുധാകരനെതിരെ കടുത്ത നടപടി വേണമെന്ന ആവശ്യം CPMൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും സുധാകരൻ കാരണം വീണ്ടും എയറിൽ കയറിയിരിക്കുകയാണ് CPM. ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.